ഇന്ന് നമ്മൾ 5000 സ്റ്റാർ കാണാൻ വേണ്ടിട്ട് പോവേണം ഗൈസ്. ഞാനും ചേച്ചിയും കൂടെ പോവാനായിട്ടൊക്കെയാണ് ഇരുന്നത്. ലാസ്റ്റ് നമ്മളോട് വരാൻ വേണ്ടി സിമി ചേച്ചി ഉണ്ടായിരുന്നു. ഡൂഡിമോൾ അവളെ കൊച്ചസിന്റെ കൂടെയും കറങ്ങാൻ പോയി. ആദ്യമായിട്ടാണ് ക്രിസ്മസിന്റെ അന്നൊക്കെ നമ്മൾ പുറത്തു പോണത്. അല്ലെങ്കിൽ പ്ലം കേക്ക് ഒക്കെ തിന്ന് വീട്ടിൽ ഇരിക്കാറാണ് പതിവ്. ഈ ക്രിസ്മസിന് എനിക്ക് പ്ലം കേക്ക് പോലും കിട്ടിയില്ല. എനിക്ക് വെച്ചിരുന്ന കേക്ക് അമ്മ കരോളിന് വന്ന പിള്ളേർക്കൊക്കെ കൊടുത്തു വിട്ടു. ബസ്സൊക്കെ കയറി അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു അവിടുത്തെ സ്റ്റാർ ഒക്കെ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത്. പോണോ വേണ്ടേന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ പോയില്ലായിരുന്നെങ്കിൽ നഷ്ടം തന്നെയായിരുന്നു. സെറ്റായിരുന്നു. ഞാൻ 2-3 തവണ പള്ളിയിലൊക്കെ പോയിട്ടുള്ളു. അതും രാത്രിയൊന്നും വന്നിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെ ലൈറ്റ് ഒക്കെ കണ്ടപ്പോ ഞാൻ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. പിന്നെ നമ്മൾ അകത്ത് കയറി കുറെ നേരം അവിടേക്ക് ഇരുന്നു. അതിന്റെ അകമൊക്കെ കാണാൻ വേണ്ടിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഞാനും ചേച്ചിയും കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത്. അപ്പോഴാണ് പുറത്തിങ്ങനെ പുക പോണ ബബിള് കണ്ടത്. അങ്ങനെ അത് പൊട്ടിക്കാൻ വേണ്ടിട്ട് പോയതാണ്. പക്ഷെ ആ കൊച്ചത് പൊട്ടിച്ച്. പിന്നെ കുറെ നേരം അവിടെ അത്രയും കറങ്ങി നടന്നു. അപ്പോഴാണ് നമ്മൾ ബാഗ് കട കണ്ടത്. അപ്പൊ തന്നെ ചേച്ചിക്ക് ബാഗും വേണോന്ന് പറഞ്ഞു. അങ്ങനെ ബാഗ് നോക്കാൻ പോവുകയാണ്. എടുക്കുന്നുണ്ടാ തോന്നുന്നു എനിക്കാണെന്ന്. എന്തായാലും ഇത് വാങ്ങിക്കാൻ പോണില്ലെന്ന് നന്നായിട്ട് അറിയാം. എന്നിട്ട് നോക്കുകയാണ്. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇത് നോക്കി അവിടെ നിന്നിട്ടുണ്ട്. എന്തായാലും ഇത്രയും നേരം നിന്നതല്ലേ, ഒന്ന് എടുക്കാന്നൊക്കെ വിചാരിച്ച്. അപ്പോഴാണ് ഈ റെഡ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതിന്റെ സ്റ്റിച്ചിങ് ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. അത് മാമനെ കാണിച്ചിട്ട് ഡിസ്കൗണ്ട് തരുമെന്നൊക്കെ ചോദിച്ച് മാമൻ പറഞ്ഞ് വെച്ചിട്ട് പൊക്കോളാൻ. അങ്ങനെ നമ്മളത് കളഞ്ഞിട്ട് പോയി. പിന്നെ എന്നത്തെയും പോലെ കാണുന്ന കടയിൽ എത്രയും കയറി. ഡൂഡിക്ക് ഒരു പാവ വാങ്ങിക്കാന്ന് വിചാരിച്ച്. ഞാനല്ല ചേച്ചി. അങ്ങനെ പാവയൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി. എന്തായാലും പോവേയില്ലേ, അടുത്ത ക്രിസ്മസിനല്ലേ വരത്തുള്ളൂ. എനിക്കാണെങ്കിൽ തിരിച്ചു പോവാനേ വയ്യായിരുന്നു. അവിടെ നിന്നാ മതിയെന്നായിരുന്നു. ഇനി ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ അമ്മ ഓട്ടം വിളിച്ചിങ്ങി വരും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചു നേരം ചായ കുടിക്കാൻ വേണ്ടി കടയൊക്കെ തപ്പി നടന്നു. അങ്ങനെ ചായയും കട്ലറ്റൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോവേണ്. വീട്ടിലെത്തിയിട്ട് ഈ പാവ കൊടുക്കുമ്പോൾ അവളെ സന്തോഷം കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ണൊക്കെ അടയ്ക്കാൻ പറഞ്ഞ് സാധനം കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ക്രിസ്മസും അവസാനിച്ചു. അപ്പൊ ഓക്കെ.